നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക പരിപാടിയായ ആര് ജയിക്കും ആര് ഭരിക്കുമെന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന കാര്യങ്ങളാണ്. അതിനെ ചർച്ച ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ LDFന്റെ നേതാവുമായ PP വേണുഗോപാലാണ്. UDFന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവ് ബൈജു വർഗീസാണ്. BJPയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് കൂട്ട ജയപ്രകാശാണ്. മൂന്നുപേരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ നമ്മളറിയാം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്ക് നമ്മുടെ നാട് പോയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നിങ്ങൾ മൂന്നുപേരും നല്ല തിരക്കുള്ള നേതാക്കളാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളുടെ സമയത്ത് നമുക്കൊരു ഈ പേരാവൂരിനെ കുറിച്ചുള്ള വികസന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ എങ്ങനെയാണ് ഇതിന്റെ വികസനങ്ങളൊക്കെ ഈ 5 കൊല്ലം ഉണ്ടായത്? കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. ഈ വികസന പ്രവർത്തനങ്ങൾ ഒന്നാകെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഈ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി എന്ന നിലയിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നില്ല. എങ്കിലും എല്ലാവരെയും ചേർത്ത് നിർത്തി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുക എന്ന നിലപാടാണ് കഴിഞ്ഞ 5 വർഷക്കാലം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെതല്ലാത്ത ഒരു ജനപ്രതിനിധിയുടെ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കഴിഞ്ഞ 5 വർഷക്കാലമായി പേരാവൂരിലെ UDFന്റെ പ്രതിപക്ഷത്തുള്ള ജനപ്രതിനിധികൾക്ക് ഉന്നയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് പേരാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പേരാവൂർ 6 പതിറ്റാണ്ട് കാലമായി ഇടതു മുന്നണിയാണ് ഭരിക്കുന്നത്. ഒരു ചുവപ്പ് കോട്ട തന്നെയാണ്. ആ കോട്ടയിൽ ഇത്തവണ വിള്ളൽ ഉണ്ടാക്കാൻ പറ്റുമോ? ബൈജു വർഗീസ്. LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 68 വർഷമായി പഞ്ചായത്ത് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇന്ന് അനുഭവിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദികൾ ഈ പഞ്ചായത്തിനെ 68 വർഷത്തോളം നയിച്ച CPM-ഉം LDF സംവിധാനവുമാണ്. ഒരവസരം പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDFന് ഈ പഞ്ചായത്ത് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വരാൻ 10 മിനിറ്റ് ലേറ്റായതിൻ്റെ കാരണം തന്നെ പേരാവൂരിലെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ ലേറ്റായത്. ഇത്ര ഇടുങ്ങിയ റോഡുകൾ, ഇത്ര വികസനം മുരടിച്ച വഴികൾ, പുറമേ നിന്ന് ആളുകൾ വരുമ്പോൾ എൻ്റെ കോട്ടയത്തൊക്കെ 1-2 സുഹൃത്തുക്കൾ ഇതിനിടയ്ക്ക് പേരാവൂർ എന്ന് പറഞ്ഞത് പേരാവൂർ എന്ന് കേട്ടപ്പം ജിമ്മി ജോർജിൻ്റെ നാട് പേരാവൂർ വലിയ ഒരു പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പക്ഷേ പേരാവൂർ ടൗണും അവിടുത്തെ ഇടുങ്ങിയ വഴികളും കണ്ടപ്പം ഇനി നിങ്ങൾ ഇപ്പോഴും ഒരു 50 കൊല്ലം പുറകിലാണോ ജീവിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടായി. നമുക്കറിയാം, ഇലക്ഷനെ സംബന്ധിച്ച് CPM ഇവിടെ എങ്ങനെയാണ് ഓരോ പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചു വരുന്നത് കൃത്യമായി നമുക്കറിയാം. 60 മുതൽ 100, 110 വരെയാണ് ഇലക്ഷൻ സമയത്ത് ഒരു വാർഡിൽ CPM ചെയ്യുന്ന ഓപ്പൺ വോട്ടുകൾ. ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ തന്നെ ചെയ്യണം. അതിന് CPM-ന്റെ പാർട്ടി സംവിധാനത്തിൽ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ട് പോകുന്ന, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് 10-15 ഓപ്പൺ വോട്ടാണ്. ഇത് 60 മുതൽ 100 വരെ ഓപ്പൺ ഔട്ടാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ പേരാവൂർ ഒരു ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്. ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. നമുക്ക് ആ കെട്ടിടത്തിലേക്ക് പോകാം. പേരാവൂരിൽ ഒരു ടേക്ക് എ ബ്രേക്ക് അവിടെ പണിതു, ഒരു ശൗചാലയവും സംവിധാനവും ഒക്കെ. അത് പണിതപ്പോൾ ഏറ്റവും വിചിത്രമാണ്. അതിൻ്റെ പില്ലറിൻ്റെ അടിയിൽ കല്ല് കെട്ടുകയും മുകളിൽ കോൺക്രീറ്റ്. ഞാൻ അങ്ങനത്തെ ഒരു ടെക്നോളജിയിലുള്ള ഒരു സംവിധാനം ഞാൻ ആദ്യമായിട്ട് കാണുക. അതിൻ്റെ ഫോട്ടോ തന്ന് കരാറുകാരൻ ചോദിച്ചപ്പോൾ അയാൾ ചിരിക്കുകയാണ്, അതിന് മറുപടിയില്ല. എന്നിട്ട് അത് സിമെൻ്റ് ഇട്ട് തേച്ച് സംവിധാനം ചെയ്തു. എല്ലാം പോട്ടെ,
കഴിഞ്ഞ ദിവസം മണത്തലയിലെ ഞങ്ങളുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ ഒരാൾ ഇരുന്ന് മൂത്രമൊഴിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഈ ഓഫീസിന് തൊട്ട് മുമ്പുള്ള റോഡിൻ്റെ സൈഡിൽ നിങ്ങളിങ്ങനെ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ ഇതിലെ സ്ത്രീകൾ പോകുന്നുണ്ട്, ഇതിൻ്റെ ഒന്നാമത് അതിൻ്റെ മണം, സ്ത്രീകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അയാൾ എന്നോട് ചൂടായിട്ട് പറയാം, നമുക്കൊന്ന് മര്യാദയ്ക്ക് മൂത്രമൊഴിക്കാൻ ഒരു മൂത്രപ്പുര നിങ്ങൾ ആരെങ്കിലും ഈ മണത്തല ടൗണിൽ പണിതാ എന്നിട്ടല്ലേ എന്ന ചോദ്യം. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അടിസ്ഥാന വൈദ്യുത ശ്മശാനമായാലും റോഡുകളായാലും എല്ലാം നാം പിന്നോക്കാവസ്ഥയിലാണ്. UDF ഇതുവരെ ഒരു അവസരം കൊടുത്തില്ലല്ലോ. ഞങ്ങൾക്കൊരു അവസരം വേണം, ഞങ്ങൾക്കൊരു അവസരം. കാരണം കഴിഞ്ഞ തവണ ആണ് താമര ഈ പേരാവൂരിൽ വിരിഞ്ഞത്. അപ്പോൾ അത് നിലനിർത്തുക അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് പിടിക്കുക എന്നുള്ളത് കൂട്ട ജയപ്രകാശ്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ കൃത്യമായിട്ട് ആ കാര്യങ്ങളുണ്ട്. അതായത് പ്രദേശങ്ങളിലെ വികസനത്തിന് വേണ്ടി ഗ്രാമസ്വരാജ്യ ഗാന്ധിജിയുടെ സ്വപ്നം അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് സംവിധാനമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പഞ്ചായത്ത് സംവിധാനം വരുന്ന സമയത്ത് രാഷ്ട്രീയ അതിപ്രസരത്തേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ നാടിൻ്റെ വികസനത്തെക്കുറിച്ചാണ്. അങ്ങനെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരാവൂരിൻ്റെയും അതുപോലെ സമീപ പ്രദേശങ്ങളിലെയും ടൗണുകൾ, പഞ്ചായത്തുകൾ, അതിൻ്റെയൊക്കെ വികസനമായി താരതമ്യം ചെയ്യണം. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്കറിയാം മലബാറിലെ ആദ്യത്തെ കുടിയേറ്റ മേഖലയാണ് പേരാവൂർ. അതിനുശേഷമാണ് പിന്നെ കിഴക്ക് ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ തന്നെ ടൗണുകളും പഞ്ചായത്തുകളൊക്കെ മാറിയത്. അപ്പോൾ ഈ ഒരു പറഞ്ഞതുപോലെ LDF അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായത് മുതൽ, ഈ പഞ്ചായത്ത് സംവിധാനം ഉണ്ടായത് മുതൽ ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്. കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പാർട്ടി നടപ്പിലാക്കുന്ന പരിപാടി എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ മുരടിപ്പ് നമ്മുടെ പേരാവൂർ പഞ്ചായത്തിനുണ്ട് എന്നുള്ളതാണ്. അതിൽ ആദ്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് വളരെ ഇടുങ്ങിയ കൊട്ടിയൂർ റോഡ്, പേരാവൂരിൽ നിന്ന് കൊട്ടിയൂരിലേക്കുള്ള റോഡ്, അത് ആ ട്രാഫിക് സംവിധാനം ശരിയാക്കുന്നതിന് വേണ്ടി എത്ര വർഷങ്ങളായി ഇവിടെ ആളുകൾ, ജനങ്ങൾ ഒക്കെ തന്നെ ശബ്ദമുയർത്തുന്നു. ഇവിടെ ബൈപ്പാസ് റോഡിന് വേണ്ടിയിട്ടുള്ള ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ട് ഏതാച്ചും എനിക്ക് തോന്നുന്നു ഒരു 15-20 വർഷം എന്ന് പറഞ്ഞാൽ അത്രയും 4 ഭരണ കാലഘട്ടം കഴിഞ്ഞിട്ടും ഇവിടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവിടെ വയൽ നികത്തിയിട്ടൊക്കെ കുറച്ച് സ്ഥലമൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അത് തന്നെ ഇപ്പം 10 വർഷം കഴിഞ്ഞ്. ആ പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു കുറവ് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. നമുക്കറിയാം എത്ര മലമുകളിൽ ആൾക്കാർ പോകുന്നില്ല. ഒരു 5-6 മണിയാകുമ്പോൾ അവിടുത്തെ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടപ്പെടുന്നു. പഞ്ചായത്തിന് കിട്ടേണ്ട വ്യാപാര സ്ഥാപനങ്ങളിൽ കിട്ടേണ്ട വരുമാനമൊക്കെയാണ് കുറയുന്നത്. രണ്ടാമത്തെ ഒരു ടേക്ക് എ ബ്രേക്കിൻ്റെ കാര്യം കൂടി പറയാം. ടേക്ക് എ ബ്രേക്ക് ഞാൻ പറയും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടത്തിൻ്റെ പട്ടികയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. കാരണം ടേക്ക് എ ബ്രേക്കിൻ്റെ അർത്ഥം ഉദ്ദേശം എന്താണ്? സർക്കാരിൻ്റെ നമ്മളൊരു യാത്രക്കാർ പല സ്ഥലത്ത് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സംവിധാനത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇത് മണത്തണ പോലെയുള്ള സ്ഥലങ്ങളിൽ വേണ്ട സ്ഥലമാണ്. ഈ കുന്നിൻ്റെ മുകളിൽ ആൾക്കാർ കയറി എത്താത്ത സ്ഥലത്ത് അവിടെ ഉണ്ടാക്കി അവിടെ ഒരു ചായക്കടയൊക്കെ തുടങ്ങി വ്യാപാര സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ട് പോകുന്നത്. ലൈബ്രറീൻ്റെ കാര്യത്തിലും അതുതന്നെ അവസ്ഥ. പ്രധാന കാരണം ഒരു കാര്യങ്ങൾ പറയുന്നതിൽ തന്നെയാണ് ഈ ടൗണിലെ ട്രാഫിക് ഗതാഗത കുരുക്ക്. അത് നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. കാരണം ദൂരസ്ഥലം കൊട്ടിയൂർ അതുപോലെ വയനാട് പാത വരെ ഇതുവഴിയാണ് പോകുന്നത്, പേരാവൂർ വഴി. അപ്പോൾ നമുക്ക് വാഹനങ്ങൾ ഇവിടെ വന്നാൽ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ല, അതിലെ കൂടെ ഏത് സമയത്ത് നോക്കിയാലും ഗതാഗത കുരുക്ക്, അതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ലൈബ്രറിയുടെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക്. അതേ എന്താണ് മറുപടി പറയാനുള്ളത്? ഞാനിപ്പം ബൈജു മാഷ് പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ കഴിഞ്ഞ 68 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ച പഞ്ചായത്തിൽ ആകെ വികസന മുരടിപ്പാണെന്നാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ പേരാവൂരിൽ ഇന്ന് കാണുന്ന എല്ലാ വികസനവും ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ള, അതാത് കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണസമിതി ആയിരിക്കാം. നമുക്കറിയാം നമ്മുടെ പേരാവൂരിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ. ഒന്ന് നമുക്കെടുക്കാം പേരാവൂർ താലൂക്ക് ആശുപത്രി. പേരാവൂർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഭരിക്കുന്ന ഘട്ടത്തിലാണ്. ആ താലൂക്ക് ആശുപത്രി ഉയരുന്നതിന് വേണ്ടി അവിടെ
സ്ഥലം ഏറ്റെടുത്തതും ഇന്ന് നാം കാണുന്ന ആ സ്ഥലം ഏറ്റെടുത്തതും അതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസ് നിൽക്കുന്ന സ്ഥലമായാലും ഇതെല്ലാം വിവിധ ഘട്ടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഏറ്റെടുത്ത് കൊടുത്തതാണ്. അതോടൊപ്പം നമ്മുടെ പേരാവൂരിലെ സർക്കാർ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിക്കാം. ഇപ്പോൾ ട്രഷറി ആയാലും കൃഷിഭവനായാലും വെറ്റിനറി ഹോസ്പിറ്റലായാലും അതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് സ്ഥിതി ചെയ്യുന്നത് അതാത് കാലഘട്ടത്തിലെ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലത്താണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പേരാവൂരിലെ ഗതാഗത കുരുക്ക് നമ്മൾ ഈ പേരാവൂരിനകത്ത് സജീവമായി ചർച്ചപ്പെടുന്ന വിഷയം തന്നെയാണ്. പേരാവൂർ ടൗണിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. മറ്റു ടൗണിനെ അപേക്ഷിച്ച് പേരാവൂരിൽ പഴയ കാലത്തുള്ള ഭൂരിഭാഗവും പേരാവൂർ ടൗണിൽ പഴയ കാലത്തുള്ള കെട്ടിടങ്ങളാണ്. അപ്പോൾ അപൂർവം ചില കെട്ടിടങ്ങൾ പുതുതായി വന്നു, അതിന് പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ ഉണ്ട്. പക്ഷെ ഭൂരിഭാഗവും പഴയ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങൾ പൊളിച്ച് പിന്നോട്ട് ഒരു കെട്ടിടം പണിയാൻ ആ കടയുടെ ഇരിട്ടിയിൽ ഇതിനു മുന്നേ പഴയ കാലഘട്ടം ഇരിട്ടി ടൗണിന്റെ റോഡിന്റെ വികസനം. അപ്പൊ അതുകൊണ്ട് പേരാവൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പേരാവൂർ ടൗണിനോട് ചേർന്ന് ഇപ്പോൾ 2 ഏക്കർ, ഇപ്പോൾ നേരത്തെ ബഹുമാനായ ജയേട്ടൻ സൂചിപ്പിച്ചതുപോലെ പേരാവൂർ പെട്രോൾ പമ്പിന് താഴെയായി നമ്മൾ ഏകദേശം രാജധാനി KK ബിൽഡിങ്ങിൻ്റെ ബേക്കിൽ വരെ നീണ്ടു കിടക്കുന്ന 2 ഏക്കർ 63 സെന്റ് സ്ഥലം. ആ 2 ഏക്കർ 63 സെന്റ് സ്ഥലം നമ്മുടെ 2005 ആണ് ആദ്യം 1 ഏക്കർ സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങുന്നത്. അതിനുശേഷം ശ്രീ K. സുധാകരൻ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്ത് വിവിധ ഘട്ടങ്ങളിലായി ഏറ്റെടുത്ത സ്ഥലമുണ്ട്. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി, അതായത് M. രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു വിവിധ ഘട്ടങ്ങളിലായി 2 ഏക്കർ 63 സെന്റ് സ്ഥലം പറഞ്ഞു അവിടെ മണ്ണിട്ട് നികത്തി എന്നുള്ളത്. മണ്ണിട്ട് നികത്താൻ നിയമപരമായിട്ടുള്ള പ്രൊസീജിയർ എല്ലാം പാലിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ മണ്ണിട്ടിട്ടുള്ളത്. അത് ഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് കെട്ടിടം എടുക്കാൻ യോഗ്യമല്ലാത്ത ഭൂമിയാണ്. സർക്കാർ തലത്തിൽ അത് തരം മാറ്റി. നമ്മൾ ഈ ഭരണസമിതി വന്നപ്പോൾ അത് ഗവൺമെന്റിൽ പോയി തരം മാറ്റി ഈ 2 ഏക്കർ 63 സെന്റ് സ്ഥലം നമ്മൾ അത് കെട്ടിടം എടുക്കുന്നതിന് ഉള്ള സൗകര്യം ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പേരാവൂരിൻ്റെ മുഖച്ഛായ മാറ്റാം. നമ്മൾ വികസന സങ്കല്പം എന്ന് പറയുമ്പോൾ ഈ ഗതാഗത കുരുക്ക്, പാർക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ കളിക്കാനുള്ള കളിസ്ഥലം, കുട്ടികളുടെ പാർക്ക്, അതുപോലെയുള്ള വിവിധ പദ്ധതികൾക്കായി വികേന്ദ്ര എന്നൊരു പദ്ധതിക്ക് നമ്മൾ രൂപം നൽകി. വികേന്ദ്ര എന്നൊരു പദ്ധതി എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം വരും. അതായത് ഇന്നത്തെ പേരാവൂരിൻ്റെ പരിഹരിക്കേണ്ട വിഷയങ്ങൾ പരിഹരിക്കുന്ന ആവശ്യമായിട്ടുള്ള പദ്ധതികളാണ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് അതിൻ്റെ DPR തയ്യാറാക്കി കൊടുത്തത്. ആ DPR അവർ തയ്യാറാക്കി തന്നു. ആ DPRൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. വരുന്ന ഭരണസമിതികൾ അത് തുടരും. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മളിപ്പോൾ 3 കോടി രൂപ നമ്മുടെ രാജ്യസഭ MP V. ശിവദാസൻ ഇപ്പം അനുവദിച്ചു. ആ 3 കോടി രൂപ എന്ന് പറയുമ്പോൾ ഈ വികേന്ദ്ര എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ അല്ലെങ്കിൽ വികേന്ദ്ര എന്ന് പറയുന്ന പദ്ധതിയുടെ ആദ്യത്തെ പോർഷൻ എന്ന നിലയിൽ വിനോദ വിജ്ഞാന കേന്ദ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, നമ്മുടെ മലയോര മേഖലയിലെ മലയോരത്തിന്റെ പാർക്കിംഗ് ഉൾപ്പെടെ ഉള്ള ഒരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ. അതുപോലെ പിന്നെ 2 കാര്യമുണ്ട്. ഇപ്പൊ നേരത്തെ കൂടി ഉന്നയിച്ചിട്ടുള്ളത്, ഒന്ന് ടേക്ക് എ ബ്രേക്കാണ്. ടേക്ക് എ ബ്രേക്ക് ഇപ്പൊ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ വൈദ്യു മാഷ് സൂചിപ്പിച്ചു. അത് ആ ഘട്ടത്തിൽ അത് ആ പത്രത്തിൽ വന്നൊരു ഫോട്ടോ കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ആശയക്കുഴപ്പമാണ്. അത് നമ്മൾ ഈ തലത്തിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് തലത്തിൽ ഇടപെട്ട് അത് പരിഹരിച്ച് 3 ഫില്ലർ കൃത്യമായി മാറ്റി. അപ്പൊ ഞാൻ പറയട്ടെ കൃത്യമായി പരിഹരിച്ചതാണ്. പിന്നെ ടേക്ക് എ ബ്രേക്ക് പോലുള്ള സംവിധാനം ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമായി ഇലക്ഷന് മുൻനിർത്തി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മളെ പഞ്ചായത്ത് ഞങ്ങളെ ഭരണസമിതി വരുന്ന സമയത്ത് പഞ്ചായത്തിലുള്ള ശൗചാലയം, പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലുള്ള ശൗചാലയം നമ്മൾ ആദ്യത്തെ യോഗത്തിൽ തന്നെ നമ്മളത് പുതുക്കി പണിയാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചു. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അന്നത്തെ എഞ്ചിനീയർ പറഞ്ഞു അത് അൺഫിറ്റാണ്, അതുകൊണ്ട് അതിൻ്റെ മേലെ പണം മുടക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഒരു ശൗചാലയം എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ
ഈ ടേക്ക് എ ബ്രേക്ക് എന്ന സംവിധാനം ഇന്ന് ജില്ലയിൽ തന്നെ നല്ല മനോഹരമായി നല്ല വൃത്തിയും വെടിപ്പോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അതുപോലെ ഈ മണത്തണയും പേരാവൂരിന്റെ പഞ്ചായത്തിന്റെ മണത്തണ പറയാം, മണത്തണ ബഹുമാനേന വൈജു മാഷ് ഉൾപ്പെടെ അറിയാം. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മൾ ഭരണസമിതി വന്നതിന് ശേഷം ഞാൻ മണത്തണയിലുള്ള വ്യാപാരികളോടും മണത്തണയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മണത്തണയിലുള്ള സ്വകാര്യ വ്യക്തികളോടും ഞാൻ നേരിട്ട് സംസാരിച്ചു. നിങ്ങൾ ഒരു 2 സെന്റ് സ്ഥലം നമുക്ക് കിട്ടാം, ഫണ്ട് നമ്മൾ ശുചിത്വ മേഖലയിൽ എത്രയും നമുക്ക് ചെലവഴിക്കാം, പക്ഷെ നമുക്ക് സ്വന്തമായി ഒരു 2 സെന്റ് സ്ഥലം തരാൻ ആരും തയ്യാറായില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഡിജിറ്റൽ ലൈബ്രറിയുടെ കാര്യം കൂടി ഇപ്പൊ ഡിജിറ്റൽ ലൈബ്രറി കൃത്യമായ ഉത്തരവുണ്ട്. ഡിജിറ്റൽ ലൈബ്രറി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഡിജിറ്റൽ ലൈബ്രറിയുടെ കെട്ടിടത്തിന് പണി പൂർത്തിയാക്കിയത്. ഡിജിറ്റൽ ലൈബ്രറി എന്ന സങ്കല്പം, ആ സങ്കല്പം എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഈ ഭരണസമിതി, വൈജുമാഷ അറിയുമെന്നറിയില്ല, വൈജുമാഷ സഹപ്രവർത്തകർക്ക് ഭരണസമിതിയിൽ ഉണ്ടല്ലോ, അവരൊക്കെ അറിയാം എന്താ നിലപാട്. അപ്പോ ആ ഡിജിറ്റൽ ലൈബ്രറി ഇന്ന് സാധ്യമാകുകയാണ്. ഈ 15 ലക്ഷം രൂപ പറയട്ടെ, 15 ലക്ഷം രൂപ 2025-26 സാമ്പത്തിക വർഷം പദ്ധതി വെച്ചു. അതിന്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കി. അതിന്റെ പ്രവർത്തനത്തിൽ എഗ്രിമെന്റ്, കരാർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ എഗ്രിമെന്റ് വെച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. താമസം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഡിജിറ്റൽ ലൈബ്രറി ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക്, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വർക്ക് തുടങ്ങി, അതിന്റെ ആ ലൈബ്രറി സാധ്യമാക്കുന്നതിനുള്ള എല്ലാ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എങ്ങനെ UDF തൃപ്തനാണ് ഈ മറുപടിയിൽ? ഇതിന് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഈ 2 പേർക്ക് ഒരുപാട് സമയം കൊടുത്തു, അപ്പൊ അതിനകത്ത് പറയാൻ സമയം തരണം. ഒന്നാമത്തെ കാര്യം, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോടും എന്നെ ശ്രമിക്കുന്ന പേരാവൂരിലെ ജനങ്ങളോടും 100% ഉറപ്പോടുകൂടി ഒരു കാര്യം പറയാണ്. ഒന്ന്, UDF ആണ് അടുത്ത പേരാവൂർ പഞ്ചായത്ത് ഭരിക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, മണത്തണയിലെ ജനങ്ങൾക്ക് വേണ്ട കംഫർട്ട് സ്റ്റേഷൻ സ്ഥലം സംഘടിപ്പിച്ച് UDF പണിതിരിക്കും. രണ്ടാമത്തെ കാര്യം, പ്രസിഡന്റ് ഡിജിറ്റൽ ലൈബ്രറി, ഇത് നമ്മളെ എല്ലാ ഇലക്ഷൻ്റെ സമയത്തും LDF പറയുന്നതായത് എല്ലാം ആയിട്ടുണ്ട്. ഇത് മറ്റേ പപ്പു, കുതിരവട്ടം പപ്പു ഒരു സിനിമയിൽ ഇപ്പം ശരിയാക്കി തരാം എന്ന് വട്ടിൽ പറച്ചിലാണ്. പക്ഷെ നടക്കുന്നില്ല. എവിടെയാ? പഞ്ചായത്തിന് പേരാവൂർ താലൂക്ക് ആശുപത്രി നിങ്ങൾ ശ്രദ്ധിക്കുക. ലോകത്തെവിടെയെങ്കിലും താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ പണി പൈലിംഗ് പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് സെൻട്രൽ ജയിൽ കേക്ക്, അത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടാണ് നേട്ടപ്പട്ടികപ്പെടുത്തി. സെൻട്രൽ ജയിലിന്റെ മതിൽ പണിയുന്നത് പോലെ ഒരു ആശുപത്രിക്ക് ചുറ്റും മതിൽ പണിത് വെക്കുമോ? എത്രയോ ആളുകളുടെ എന്തെല്ലാം അസൗകര്യങ്ങൾ ഉണ്ടാക്കി ഒരു വാശിയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടു. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ നിയമിക്കാൻ പഞ്ചായത്തിന് സാധിക്കും, ഇല്ല പ്രസിഡന്റ്? സാധിക്കുമല്ലോ, അതിന് വകുപ്പുണ്ടല്ലോ. പഞ്ചായത്തിന് ഡോക്ടറെ കൊടുക്കാം. ഞാൻ എല്ലാ ഭരണസമിതിയിലും ഇരുന്ന് പ്രസിഡന്റ് LDFന് തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് പറയുന്നത് കേൾക്കുന്നതാണ്. എനിക്കറിയില്ല, LDFന്റെ ബ്ലോക്ക് പ്രസിഡന്റ് പറയുന്നത് പഞ്ചായത്തിന് ഒരാളെ വെക്കാം, അതിന് പൈസ മാറ്റി വെക്കാം. പേരാവൂർ നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ എടുത്താൽ ഇവിടെ മാധ്യമങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനം നമുക്ക് കാണുന്നത്. ഇപ്പൊ ഡിജിറ്റൽ ലൈബ്രറി പ്രസിഡന്റ് അംഗീകരിച്ചു, അവിടെ പ്രശ്നമുണ്ട്, കാരണം അത് പ്രസിഡന്റ് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവിടെ പ്രസിഡന്റ് അത് അംഗീകരിച്ചു. നമ്മൾ ഈ ടേക്ക് എ ബ്രേക്കിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്താണ്, അത് എത്ര പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു, പ്രസിഡന്റ് പറഞ്ഞ മറുപടിയാണ്. അതേപോലെ ഗതാഗത, ഞാൻ ഉറപ്പു പറയാം, ഞങ്ങളാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ പേരാവൂരിൽ ബൈപ്പാസ് വന്നിരിക്കും, പേരാവൂരിലെ ഗതാഗത പ്രശ്നം പരിഹരിച്ചിരിക്കും. കാരണം ഇതേപോലെയുള്ള പഴയ കെട്ടിടങ്ങൾ കേരളത്തിൽ എല്ലാ പഴയ പട്ടണങ്ങളിലും ഉണ്ട്. അതിന്റെ പേര് പറഞ്ഞ് നമ്മൾ വികസന മുരടിപ്പിലേക്ക് പോവല്ലോ. അവിടെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണ്ടേ? ഞങ്ങൾക്കൊരു അവസരം എന്താ, ഈ ഗതാഗത പ്രശ്നവും അടിസ്ഥാനപര. അതുപോലെ മറ്റൊരു ഏറ്റവും വലിയ ഒരു വിഷയം നമുക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മുടെ വാതക ശ്മശാനം, ആ ശ്മശാനത്തിന്റെ പിന്നിൽ എത്ര അഴിമതി നടന്നു, എപ്പം നോക്കിയാലും അത് കംപ്ലൈന്റ് ആണ്. അതാണ് പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ആവും. എന്തിന്? ഞാൻ പ്രസിഡന്റിനോട് ചോദിക്കട്ടെ, CPMന്റെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയി. എല്ലാ 5 വർഷവും ഒരാൾ രാജിവെക്കുകയാണ്. ഇതിനു മുമ്പ് 1-ാം വാർഡ് 1-ാം തരമാക്കുമെന്ന് പറഞ്ഞ, അതിലേക്കാണ് ഞാൻ വരുന്നത്. കാരണമുണ്ട്. 1-ാം വാർഡ് 1-ാം തരമാക്കുമെന്ന് പറഞ്ഞ രാജീവൻ മാഷ് രാജിവെച്ചു പോയി. അതിനു മുമ്പ് പൂക്കോട്ട് സിറാജ് അതിന് ശേഷം രാജിവെച്ചു പോയി.
ഇപ്പോൾ ഇതാ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും രാജിവെച്ച് ആ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഞാൻ മനസ്സിലാക്കുന്നത് BJP പിന്തുണയോടുകൂടി CPM-ന് ഇന്നലകളിൽ വരെ ഇപ്പോൾ ഈ അടുത്ത ദിവസം വരെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നവർ രാജിവെച്ച് BJP പിന്തുണയോട് പോവുകയാണ്. അന്വേഷിക്കുമ്പോൾ എന്താണ് അവരിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനകത്തും റോഡ് പണിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറികളെ പണം വാങ്ങിയുമായി ബന്ധപ്പെട്ടുണ്ടായ അഭിപ്രായ ഭിന്നതയും അത് ഷെയർ ചെയ്യുന്നതിലെ തമ്മിത്തല്ലുമാണ്. അപ്പൊ കെടുകാര്യസ്ഥത, അഴിമതി, അടിസ്ഥാനപരമായ വികസനങ്ങളില്ല. ഇനിയിപ്പോൾ എന്ത് പറയും? ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കിട്ടാവുന്ന മാക്സിമം പീരീഡും കഴിഞ്ഞുള്ള സമയമാണ് 68 വർഷം. ആ 68 വർഷം കിട്ടിയ പാർട്ടിയോട് ഈ കേൾക്കുന്ന ജനങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ 5 വർഷം ഞങ്ങൾക്കിതാ ഇവിടെ എന്ത് മാറ്റം വരുമെന്ന് കോൺഗ്രസ് UDF കാണിച്ചു തരാം. അല്ല, ഞാനിപ്പോൾ ഒരു ടേക്ക് എ ബ്രേക്കിൽ തന്നെ കയറി പിടിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, കാരണം പേരാവൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലൊരു ശൗചാലയം വേണമല്ലോ. അപ്പം നിലവിൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ശൗചാലയമുണ്ട്. അത് അൺഫിറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ടേക്ക് എ ബ്രേക്ക് അവിടെ കൊണ്ടുപോയി വെച്ചത്. അതിന് പകരം ബസ് സ്റ്റാൻഡിൽ ഫിറ്റായ സ്ഥലം കണ്ടെത്തണം. ഈ അൺഫിറ്റ് എന്തുകൊണ്ടാണെന്ന് ഞാൻ അറിയില്ല കാരണങ്ങൾ. ഫിറ്റായ സ്ഥലം ആയിരിക്കുമല്ലോ ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക് എടുത്തത്. അവിടെ പഞ്ചായത്ത് വക വെക്കുകയും ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് വഴിയോരങ്ങളിൽ ഏറ്റവും ഇപ്പം മണത്തണയിലെ പ്രശ്നം അടക്കം പരിഹരിക്കാൻ പറ്റും. കൊട്ടിയൂരും അതുപോലെയായിട്ടുള്ള വയനാട്ടിലൊക്കെ പോകുന്ന യാത്രക്കാർ നിരവധിയായ വാഹനങ്ങളിൽ പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇരിട്ടിയിലെവിടെയാണ്? ബസ് സ്റ്റാൻഡിലാണോ കൊണ്ടുപോയി വെച്ചത്? ഇരിട്ടിയിൽ ഏതാണ്ട് ആളുകൾക്ക് ഉപയോഗപ്പെടേണ്ട രീതിയിൽ കഴിയണ്ടേ? ഇത് പൈസ ചിലവാക്കി ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തെന്ന് പറയുന്നല്ലോ കാര്യമുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മളെ സംബന്ധിച്ച് പേരാവൂരിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പേരാവൂരിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇവിടെ ഇപ്പം റോഡുകൾ, കോൺക്രീറ്റ് റോഡുകൾ കുറേ പണിതു. അതൊക്കെ തൊഴിലുറപ്പ് പദ്ധതിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയും ഫണ്ടും കൂടി ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് കോൺക്രീറ്റ് റോഡുകളെല്ലാം എല്ലാം ആയിട്ടുണ്ട്. അത് പഞ്ചായത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതല്ല, ആ സ്കീം ഉപയോഗപ്പെടുത്തി അവർ ചെയ്തു. എല്ലാവരും കൂടി അത് ചെയ്തു, അതിൽ ഭംഗിയായിട്ടുണ്ട്. ഇനി അത് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പേരാവൂർ പഞ്ചായത്തിൻ്റെ ഈ ട്രാഫിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നമല്ല. അത് എല്ലാ വർഷവും എടുത്ത് കാണിക്കുന്നത് ഞങ്ങൾ അടുത്ത വർഷം ചെയ്യുമെന്ന് പറയുന്നു. അത് കാണിക്കുന്നില്ല. ബൈപ്പാസ് ഇപ്പം ബൈജു മാഷ് പറയുന്നത് കോൺഗ്രസ് വന്നാൽ ചെയ്യുമെന്ന്. നടക്കട്ടെ, കോൺഗ്രസ് വരികയാണ്. കക്ഷിയല്ല, എന്താണ് കക്ഷി ഏത് വന്നാലും ഇവിടെ ഈ ബൈപ്പാസ് CPM വന്നാലും ബൈപ്പാസ് യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്. അല്ലാണ്ട് വികസനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഇപ്പം പഞ്ചായത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വയൽ നികത്തി കിടക്കുന്ന സ്ഥലം എത്ര കാലം എന്തെങ്കിലും ഒരു ചെറുവരാൻ വേണ്ടി സാധിച്ചോ? അവിടെ എക്സിബിഷൻ നടത്തല്ലാണ്ട് അതും നടക്കുന്നില്ല. ഇപ്പോൾ ആൾ പോകാത്തതുകൊണ്ട് താലൂക്ക് ആശുപത്രിൻ്റെ ഇപ്പം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് അതിൻ്റെയൊക്കെ അതൊന്നുമല്ല യാഥാർത്ഥ്യം. അന്ന് ഞാൻ ഓർക്കുകയാണ് 16 വർഷം നീണ്ടു നിന്നൊരു ഭരണകാലഘട്ടം ഉണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ. ആ സമയത്ത് ഭരണസമിതിയല്ല, മെമ്പർമാരൊക്കെ അതുപോലെ ഉണ്ടായിരുന്നു. മെമ്പർമാരൊക്കെ സിറ്റിങ്ങും പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കുന്നത്തിലായിരുന്നു ഡിസ്പെൻസറി ഉണ്ടായിരുന്നത്. അതിങ്ങോട്ട് മാറ്റുന്ന സമയത്ത് അതിൻ്റെ ഈ ഇവിടെ മാറ്റാൻ പാടില്ല, കുന്നത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞാണ് അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ അന്നത്തെ ലോക്കൽ സെക്രട്ടറി നന്ദ്യ തണ്ടാട്ടനടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ ഒക്കെ അത് അവിടെ വേണമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം. അന്ന് ഇവിടെ അത് വേണമെന്ന് പറഞ്ഞ് ചെയ്തത് നമ്മളെ കോരാട്ടാക്കിയാൽ നമുക്ക് അദ്ദേഹത്തിനൊന്നും പറഞ്ഞുകൊണ്ട് ഈ പേരാവൂരിൻ്റെ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ല് ഒരു പ്രതീക്ഷയില്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ ഒന്നും ആയിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തി നേതൃത്വം കൊടുത്തിട്ടാണ് പണ്ഡിറ്റ് ജി സ്മാരക ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി എന്നതിന് പേര്. അതിന് സാന്ദർഭികമായിട്ട് വളരെ തന്ത്രപൂർവ്വം ആ പേര് മായ്ക്കപ്പെട്ടു. ഇപ്പം പേരാവൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി. ഞാൻ പണ്ഡിറ്റിയോട് ഇതല്ല, നമുക്കൊരു കാര്യപരമായ ഒരു സ്മരണ വേണ്ടേ? അതില്ല. നോക്കിയുള്ളൂ. അപ്പൊ നോക്കിയപ്പോൾ മനസ്സിലായത് ഇപ്പൊ ഭിന്നശേഷിക്കാർക്ക് പോലും പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു പഞ്ചായത്ത് ഓഫീസാണ് എന്നാണ് മനസ്സിലാക്കിയത്. അതുമാത്രമല്ല പിന്നെ ഇപ്പൊ എല്ലാം വാടക കെട്ടിടത്തിലാണ് ഒരുവിധം സർക്കാർ ഓഫീസുകളും. അതെന്താ ഒരു സംവിധാനങ്ങളൊന്നും ആക്കാതിരുന്നത്? ഇപ്പൊ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചായത്ത് ഓഫീസിന്റെ ഇന്നത്തെ പരിമിതികൾ നമുക്ക് മറികടക്കേണ്ടതാണ്. അത് നമ്മൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറയും വിട്ടുപോയതാണ്, വികേന്ദ്രന്റെ ഭാഗമായി അവിടെ വരുന്നതാണ്. ഈ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്.
അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്നതിൽ തുടങ്ങി. അല്ല എന്തായാലും അതൊരു വലിയ പ്രശ്നമാണ്. അത് ഒരു അത് എല്ലാവരും തുല്യരാണ്. ഏത് സർക്കാർ ഓഫീസിൽ പോലും എല്ലാവരും റാമ്പുണ്ട്. റാമ്പെങ്കിലും ആ രീതിയിൽ ഉള്ള സംവിധാനത്തിനോടുകൂടി നമുക്ക് പഞ്ചായത്ത് ഓഫീസ് ആ രീതിയിൽ വരും, പറയട്ടെ പക്ഷേ. അപ്പോൾ ആ നിലയിൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ ടേക്ക് എ ബ്രേക്കിന്റെ കൂടെ തന്നെ ഞാൻ പോകുന്നില്ല. ടേക്ക് എ ബ്രേക്ക് അന്നത്തെ സാഹചര്യത്തിൽ അവിടെ നമുക്ക് ടേക്ക് എ ബ്രേക്ക് വഴിയോരങ്ങളിൽ വേണം വേണ്ടെന്നല്ല, സ്ഥലത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടതാണ്. ഇനിയും ചെയ്യാൻ കഴിയും. ഇപ്പൊ നമുക്ക് പഞ്ചായത്തിന്റെ പഴയ പഞ്ചായത്ത് ഓഫീസ് ഇരുന്ന സ്ഥലമുണ്ട്, അവിടെയും നമുക്ക് പണിയാൻ വേണ്ടി സാധിക്കും. അതൊക്കെ നമുക്ക് വികസന തുടർച്ച എന്ന നിലയിൽ, എല്ലാം ഒറ്റയടിക്കല്ല വികസന തുടർച്ച എന്ന നിലയിൽ, പക്ഷെ ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മുൻഗണന വെച്ച് നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ അതിൽ പറയല്ലേ, ഞാൻ പറയട്ടെ പാശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. പാശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ വമ്പിച്ച മുന്നേറ്റം, അത് ഇവർക്ക് രണ്ടാൾക്കും അംഗീകരിക്കാൻ കഴിയുന്നതാണ്. വലിയ മുന്നേറ്റം, ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലാതല്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്, ശരി തന്നെയാണ്. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, അതായത് അത് നമ്മൾ ഈ റോഡിന് വേണ്ടി ഉപയോഗിക്കുന്നത് മെറ്റീരിയൽ ഫണ്ട് എന്ന് പറഞ്ഞ് 10% മുമ്പ് 30% ഉണ്ടായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിന്റെ ഒക്കെ കഥ ഇപ്പൊ അറിയാം, തകരാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ നിലയിൽ 30% ഫണ്ട് ആദ്യം ഉണ്ടായിരുന്നു, ആദ്യഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോ. പിന്നെ മെറ്റീരിയൽ ഫണ്ട് റോഡിന് വേണ്ടി എടുക്കാൻ കഴിയുന്ന മൊത്തം പ്രവൃത്തിയുടെ 10% ചുരുക്കി. അപ്പോ ജേട്ടൻ പറഞ്ഞല്ലോ, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഫലപ്രദമായി നമുക്ക് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് കുരുത്തല വായനൂർ റോഡിന്റെ പണി ഇപ്പൊ നടക്കുകയാണല്ലോ. അതേ PMGSY പദ്ധതിയിൽ പെട്ടി. അപ്പൊ കെ സുധാകരൻ MP അല്ല, ശ്രീമതി ടീച്ചർ അല്ല, അതിന്റെ പിതൃത്വം കെ സുധാകരൻ. ഞാൻ പറഞ്ഞു വരാം അതിന്റെ പിതൃത്തൊക്കെ VK ശ്രീമതി ടീച്ചർ പറയട്ടെ. പക്ഷെ VK ശ്രീമതി MP-യുടെ കാലഘട്ടത്തിലാണ്, VK ശ്രീമതി MP-യുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. പറയട്ടെ, അത് നിലച്ചു പറയട്ടെ. പിന്നീട് ആ പദ്ധതി പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയപ്പോൾ ഞങ്ങളെ ഭരണസമിതി വന്നപ്പോ അത് അന്വേഷിച്ചു. അതിൽ കുറെ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ആ റോഡിന് ഫണ്ട് അനുവദിച്ചത് അത് കൃത്യമായി അതിലൂടെ വാഹനങ്ങൾ കൂടുതൽ പോകുന്നുണ്ട്, അതുകൊണ്ട് അതിന്റെ സ്ട്രെങ്ത് പരിശോധന നടത്തി അത് എത്ര വാഹനങ്ങൾ അതിൽ പോകണം എന്നുള്ളത് ഒരു തെളിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 1.5 ലക്ഷം രൂപ വകയിരുത്തി അതിന്റെ ട്രാഫിക് സ്ട്രെങ്ത് പരിശോധന നടത്തി അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ആ പദ്ധതിക്ക് പുനർജീവൻ വെച്ചിട്ടുള്ളത്. ഇപ്പൊ ആ പദ്ധതി നടപ്പിലായി. അത് പഞ്ചായത്ത് ഭരണസമിതി എന്തായാലും മുൻകൈ എടുത്തിട്ട് തന്നെയാണ് നടപ്പിലാക്കിയത്. അപ്പൊ ആ നിലയിലുള്ള പദ്ധതി, അതിന്റെ കുരുത്തല വായനൂർ റോഡിന്റെ പ്രവൃത്തി നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ പാശ്ചാത്തല സൗകര്യ മേഖലയിൽ നമുക്ക് വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ആർക്കും പിന്നെ കാണാതിരിക്കാൻ സാധിക്കില്ല. പിന്നെ പറഞ്ഞില്ലേ ഗതാഗതക്കുരുക്കിന്റെ കാര്യം ഈ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം കൊട്ടിയൂർ 4 വരി പാത വരുന്നുണ്ട്. ആ 4 വരി പാത നമ്മുടെ സർക്കാർ ആശുപത്രിന്റെ അപ്പുറത്തായി കടന്നു പോവാണ്. പക്ഷെ അതുകൊണ്ട് പരിഹാരമായി എന്നുള്ള കാഴ്ചപ്പാടൊന്നും നമുക്ക് സംബന്ധിച്ചിടത്തോളില്ല. ഗതാഗതക്കുരുക്ക് പരിഹരിക്കേണ്ടതാണ്, ട്രാഫിക് പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനത്തിലാണ് നമ്മൾ. ഈ സ്ഥലം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലം ഉൾപ്പെടെ. അതുപോലെ പക്ഷേ ഇപ്പോ ഏതൊരു പഞ്ചായത്തിനും സ്വന്തമായ ഒരു ഹോമിയോ ആശുപത്രിക്ക് കെട്ടിടം ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു അത്തരത്തിലുള്ള ഒരു വികസനങ്ങള് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇവരെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അവിടെ അടക്കമുള്ള ഈ മാലിന്യജലം, സർവ്വമാലിന്യങ്ങളും, അത് ആ മാലിന്യജലം ഏത് പുഴയിലേക്കാണ് തള്ളുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇത് ഗുരുതരമായിട്ടൊരു വിഷയമാണ്. നമ്മൾ പലതരത്തിൽ ജലാഞ്ജലി, പല പ്രൊജക്റ്റുകളുടെ പേര് വെച്ച് വെറുതെ പ്രൊജക്റ്റുകളും പേരുകളും വെറുതെ. ഈ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും പ്രൊജക്റ്റ് വെച്ചിട്ട് കാര്യമില്ല. പ്രസിഡന്റ് ഇവിടെ ഇപ്പം വരാൻ പോകുന്ന പല പദ്ധതികളെ കുറിച്ച് നമ്മൾ 68 വർഷം നടക്കാത്ത കാര്യം ഇനി എന്ത് വരാനാണ്? ആ കാര്യമല്ലല്ലോ നമ്മുടെ വിഷയം. പേരാവൂരിലെ ടൗണിലെ മാലിന്യജലം എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ പത്രക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? കാഞ്ഞിരപ്പുഴയിലേക്കാ പോകുന്നത്. ടൗണിലേക്ക് കൊടുക്കുന്ന കുടിവെള്ളമായിട്ട് എത്ര ആളുകൾ ഉപയോഗിക്കുന്ന ജലമാണ്. ജനത്തിന് ഇതിന് ബോധ്യമുണ്ടോ? അത് പേരാവൂർ ടൗണിലേക്ക് തന്നെ കുടിവെള്ളമായിട്ട് വരുന്നത് കുടിക്കുന്ന ജലമാണ്. ആർക്കെങ്കിലും ബോധ്യമുണ്ട്? പേരാവൂർ പോലെ അനുദിനം വികസിക്കുന്ന ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു പട്ടണത്തിലെ മുഴുവൻ മാലിന്യ ജലവും നേരെ കാഞ്ഞിരപ്പുഴയിലേക്ക് ചാടി അത് പോവാണ്. അതാണ് ഈ കണ്ണൂർ ജില്ലയിൽ ചില ജനങ്ങൾ കുടിവെള്ളത്തിനും ഈ കാഞ്ഞിരപ്പുഴയുടെ തീരത്തുള്ള പല ആളുകൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു മാലിന്യ സംസ്കരണത്തിന്, മാലിന്യ ജലം
കൈകാര്യം ചെയ്യുന്നത്? ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സംവിധാനം എന്തെങ്കിലും ഉണ്ടോ? ആരെ ഇതെപ്പോഴേ ചൂണ്ടിക്കാണിച്ചത്? നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ അധികാരം ഇരിക്കുന്നത് ആരുടെ അടുത്താ? MLA-മാരുടെ കയ്യിലല്ല, MP-മാരുടെ കയ്യിലല്ല, അടിസ്ഥാനപരമായ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുമല്ല. പല കാര്യങ്ങളും ഫണ്ട് കൊടുത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരണസമിതികൾക്കാണ്. ത്രിതല പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് പഴയതുപോലെയല്ല. അതിശക്തമായ അധികാരവും സമ്പത്തും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതുമായ ഒരു സംവിധാനമാണ്. ആ സംവിധാനം വേണ്ട രൂപത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ ദുരിതമനുഭവിക്കേണ്ടി വരും. എന്താ സഹായിക്കുക? ഏത് MLA ചെയ്യാത്ത ഏതാ ഉള്ളത്? പേരാവൂർ പഞ്ചായത്തിൽ എത്ര റോഡുകൾ ഏറ്റെടുത്ത് ചെയ്തു? പേരാവൂരിലെ ആശുപത്രിക്ക് വേണ്ട ആംബുലൻസ് ഉൾപ്പെടെ എത്ര സൗകര്യം ചെയ്തു? ഒരു MLA-ക്ക് ഒരു വർഷം കിട്ടുന്നത് എത്രയാണെന്നറിയാമോ? 5 കോടി രൂപയാണ്. അതാണ് ഒരു പഞ്ചായത്തിന്റെ അവസ്ഥ. ഞങ്ങളുടെ MP കൊടുത്ത റോഡാണ് ഇപ്പോൾ പഞ്ചായത്ത് ദിവസം ഏറ്റെടുക്കുന്നത്. എനിക്കത് ചിരി വന്നേ. കുരുത്തമായന്നൂർ റോഡ് നമ്മുടെ MP-യുടെ ഓഫീസിന്റെ പേപ്പർ ഞാൻ എടുത്തിട്ടില്ല. അതിനുവേണ്ടി കെ സുധാകരൻ MP പെട്ട കഷ്ടപ്പാടും, അതിനുവേണ്ടി ഞാൻ തന്നെ MP-യുടെ അടുത്ത് നമ്മുടെ ഒരു സംഘടനാ കാര്യമായി ഡൽഹി പോകുന്ന സമയത്ത് അന്ന് മേശപ്പുറത്ത് ഞാൻ ഈ കുരുത്തല വായന്നൂർ റോഡിന്റെ കടലാസിരിക്കി. അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ അവിടുന്ന് ജൂബിലി ചാക്ക് ഉടക്കം തന്ന പിന്നെ മെമ്മോറാണ്ടോ ആണ്, അതിന്റെ പ്രോസസ്സ് നടക്കുക, ഞാൻ അതിന്റെ പിന്നാലെയാണ് എന്നോട് നേരിട്ട് പറഞ്ഞ ഒരു സംവിധാനമാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം, ഈ തൊഴിലുറപ്പിന്റെ കാര്യം കൂടി പറയാം. അവിടെ വിയോജിപ്പുകളുണ്ട് തൊഴിലുറപ്പിന്റെ മേഖലയിൽ. തൊഴിലുറപ്പ് ഞങ്ങളുടെ കുഞ്ഞാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുട്ടി. ആ കൂടെ ഞാൻ ഇവരെ വിസ്മരിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ മുന്നണിയിൽ അന്ന് ഇവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് UPS സംവിധാനത്തിൽ ഭരിക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന അന്ന് എത്രയോ കോടിക്കണക്കിന് രൂപ അതിന് ഞങ്ങൾ മാറ്റിവെച്ചതാണ്. ഇന്ന് അതിന് ഓരോ ദിവസം കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലുകയാണ്, അതിന് ഇല്ലാണ്ടാക്കുകയാണ്. ആ കാര്യം ഞാൻ പ്രസിഡന്റിന്റെ പക്ഷത്താണ്. തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ അനുദിനം കൊല്ലുകയാണ്. വരാൻ പോകുന്ന കാത്ത് നിങ്ങൾ ഇരുന്നോ? ഇവിടെ ജനാധിപത്യത്തെ കൊല്ലാൻ പോവാ ദേശീയ തലത്തിൽ, പിന്നെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോ MLA MP ഒക്കെ നല്ല അകമഴിഞ്ഞ് സഹായിക്കുന്നു. MLA MP ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ബൈജുമാഷ് പറഞ്ഞു ചില റോഡുകളിന് ഫണ്ട് കൊടുക്കും. ഞാൻ പറയട്ടെ അപ്പോ ബൈജുമാഷ് ഒരു കാര്യമുണ്ട്, ഞാൻ സംസാരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ 5 വർഷക്കാലം, അതിനു മുമ്പേ പോട്ടെ, ഇപ്പൊ സണ്ണി ജോസഫ് 2-3 ടൈമല്ലോ റോഡിനല്ല ഒരു MLA എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാലോ. അപ്പൊ അപ്പുറത്തോട്ട് പോയി ഇപ്പൊ പേരാവൂർ ടൗണിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇടുങ്ങിയ ടൗണ്, കോളയാട് ടൗണിൽ നിങ്ങൾ നോക്ക്. ഇപ്പൊ ഇവിടെ പറയാം പേരാവൂർ ഇങ്ങനെ കോളയാട് ഞാൻ പറയട്ടെ, അതായത് സൗന്ദര്യവൽക്കരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പേരാവൂര് ടൗണിന്റെ PWD റോഡിനകത്ത് പഞ്ചായത്തിന്റെ ഫണ്ട് ചെലവഴിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇരിട്ടി നഗരസഭയല്ല അത് ഫണ്ട് വെച്ചിട്ടുള്ളത്. ഇരിട്ടി നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കി. പക്ഷെ നമ്മൾ ഈ പേരാവൂർ ടൗണിന്റെ ഒരു സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സൗകര്യം വെച്ച് നമുക്ക് സാധ്യമാക്കാൻ ഒരു പരിമിതി പ്രശ്നമുണ്ടത്. അപ്പൊ അതാണ് ഞാൻ MLA എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പറയട്ടെ കോളയാട് ടൗണിൽ ഇപ്പോ അവിടെ സൗന്ദര്യവൽക്കരണം നടത്തി. അതിന് 2 കോടി രൂപയാണ് ശൈല ടീച്ചർ അനുവദിച്ചത്. ഈ പേരാവൂരിന്റെ സൗന്ദര്യവൽക്കരണത്തിന് എന്തുകൊണ്ട് MLA-ക്ക് ഫണ്ട് അനുവദിച്ചുകൂടാ? ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് ഫണ്ട് അനുവദിച്ചുകൂടാ? MLA-ക്ക് കഴിയൂ. സർക്കാർ ഫണ്ട് MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നേ കഴിയൂ. അല്ലാണ്ട് പഞ്ചായത്തിന്റെ ഫണ്ട് എടുത്തിട്ട് ടൗണിന്റെ PWD നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്കത് നിയമപരമായിട്ടുള്ള തടസ്സമുണ്ട്. പിന്നെ എന്താ ചെയ്യണ്ടേ? സൗന്ദര്യവൽക്കരണം എന്നതിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ വ്യാപാരികളുടെ പൊതുസമൂഹത്തിലുള്ള ആളുകളുടെ എല്ലാ സഹായത്തോടു കൂടി സൗന്ദര്യവൽക്കരണം എന്ന സങ്കല്പം നടപ്പിലാക്കും. പക്ഷെ പേരാവൂർ ടൗണിന്റെ അവസ്ഥ ഇന്ന് ഇടുങ്ങിയ ടൗണാണ്. ഗതാഗത കുരുക്ക് മാത്രമേ പറയുള്ളൂ. പക്ഷേ കാൽനട യാത്രക്കാർ, അതെ, അതിന്റെ ഫുട്പാത്ത് ഉൾപ്പെടെ നമ്മൾ ഈ ഭരണസമിതിന്റെ കാലത്ത് ഓവുചാലുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫുട്പാത്ത് നവീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി നമ്മൾ PWD എഞ്ചിനീയറിംഗ് കൊണ്ട് അവരെ കൊണ്ട് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് തയ്യാറാക്കി. അത് മാത്രമല്ല, ഈ പേരാവൂർ ടൗണിൽ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്കുള്ള നടപ്പാത അടക്കം എസ്റ്റിമേറ്റ് എടുത്ത് തയ്യാറാക്കി പ്രൊപ്പോസൽ സമർപ്പിച്ചിട്ട് ഇരിക്കുകയാണ്. പക്ഷെ അതിലൊരു സപ്പോർട്ട് MLA എന്നതിൽ ചെയ്യാൻ കഴിയും, ചെയ്തില്ല. അതോടൊപ്പം തന്നെ MP-ന്റെ കാര്യം പറയാം. MP എന്ത് ഇപ്പൊ ശിവദാസൻ MP ഇവിടെ 3 കോടി രൂപ നമുക്ക് തന്നു. ഈ പഞ്ചായത്തിന് വേണ്ടി MP എന്നാ തന്നിട്ടുള്ള സുധാകരൻ? MLA തന്നിട്ടുണ്ട്. ചില റോഡുകൾക്ക് അത് റോഡ് കൊടുത്ത എവിടെയാന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ ആ നിലയിൽ റോഡ് കൊടുത്തതിൽ എതിർപ്പില്ല, വികസനത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ
പൊതുവായി പേരാവൂരിന്റെ വികസന കാര്യങ്ങളിൽ ഈ MLA വട്ടപൂജയാണ്. പേരാവൂർ പറയട്ടെ, വട്ടപൂജയാണ്. ഏതെങ്കിലും ഒരു പദ്ധതി ഈ MLA പേരാവൂർ നിയോജക മണ്ഡലം എന്നാണല്ലോ പേര്. പേരാവൂർ പഞ്ചായത്തിന് ഏതെങ്കിലും ഒരു ശ്രദ്ധിക്കപ്പെടുന്ന പദ്ധതി, റോഡിന്റെ പോട്ടെ, ഏതെങ്കിലും ഒരു പദ്ധതി, ഗ്രാമീണ റോഡുകൾക്ക് ആസ്തി വികസന ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഒരു പദ്ധതി കൊടുത്തില്ല? ഇവിടുത്തെ പ്രശ്നം അതൊരു MP കേൾക്കില്ല. ഞാൻ അത് മാത്രല്ല, ഈ ഒരു കാര്യം കൂടി പറയണം. ഈ ബൈജു മാഷ് പറഞ്ഞൊരു വാതക ശ്മശാനത്തിന്റെ കാര്യം പറഞ്ഞു. വാതക ശ്മശാനം എപ്പോഴും കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ 183 മൃതദേഹം അവിടെ, ഞാൻ എണ്ണം പറയാം, സംസ്കരിച്ചു കഴിഞ്ഞു. ഈ വാതക ശ്മശാനം 2 വർഷമായി അല്ലെ ഈ 5 വർഷക്കാലമായി ഞങ്ങൾ കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ മെയിൻ്റനൻസ് പണി എന്നാലും 1 മാസം പൂട്ടിയിട്ടിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അതിന്റെ മെയിൻ്റനൻസ് പ്രവൃത്തി എന്നാലിൽ ഇപ്പൊ എന്നിട്ട് പറയാണ് അവിടെ ഒന്നും പറയട്ടെ മാഷെ, പറയട്ടെ. വാതക ശ്മശാനത്തിന്റെ നിങ്ങൾ ഉയർത്തിയ വിഷയം അത് പറയട്ടെ, അതിന് മറുപടി പറയണ്ടേ. വാതക ശ്മശാനം ഇന്ന് സ്മൂത്തായ നിലയിൽ പേരാവൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് പോകുന്നുണ്ട്. അത് ബൈജു മാഷ് വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? പറയുമ്പോ നല്ല MLA പേരാവൂർ നിയോജകമണ്ഡലം MLA ആണ്. എല്ലാ മരിച്ച വീടുകളിലെത്തും, എല്ലാ കല്യാണ വീടുകളിലെത്തും, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതേ ഇരുട്ടിക്കാരനായി പോകും. അല്ലല്ല, ഇരട്ടിക്കാരനായി പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് പേരാവൂരിനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരിക്കലും വരാണ്. മരിച്ച സ്ഥലത്ത് എത്തുന്ന സമയത്തൊക്കെ അദ്ദേഹം വരും. അതാണ് MLA. പിന്നെ ഒരു കാര്യം, ഞാൻ ഇനി പഞ്ചായത്തിലേക്ക് വരാം. പഞ്ചായത്തിൻ്റെ വികസനത്തിലേക്ക് വരുമ്പോൾ ജലജീവൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. എല്ലാ വീടുകളിലും ടാപ്പിൽ കൂടി സൗജന്യമായിട്ട് പിന്നെ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി. നമ്മുടെ പേരാവൂർ പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്താ? ഇന്നും പേരാവൂർ പഞ്ചായത്ത് എത്ര ലക്ഷക്കണക്കിന് റുപ്യ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നില്ല. അത് വളരെ മന്ദഗതിയിൽ എന്ന് പറഞ്ഞാൽ നിന്നതുപോലത്തെ ആയിട്ടുള്ള ഒരവസ്ഥയാണ്. രണ്ടാമത്തത് ലൈഫ് പദ്ധതി, വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി. യഥാർത്ഥത്തിൽ ആ ലൈഫ് പദ്ധതിക്ക് കിട്ടിയ ആളുകൾ അർഹതപ്പെട്ട ആണോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ശതമാനം അർഹതയില്ലാത്ത ആളുകൾക്ക് കൊടുത്തത്. എന്നാൽ അർഹതയുള്ള ആളുകൾ ഇപ്പോൾ കിടക്കുക. അവർ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ലിസ്റ്റിൽ പെട്ടിരുന്ന കാര്യം മരിച്ചു കഴിഞ്ഞിട്ട് വീട് കിട്ടിയിട്ട് കാര്യമാണ്. 4-5 വർഷം കഴിഞ്ഞിട്ട് വീട് കിട്ടുന്നില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ പണി തീർന്നിട്ട് ഒരു പഞ്ചായത്ത് ഭരണത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ആൾ താമസമില്ല. അവർ കണ്ണൂർ വീടും സൗകര്യമൊക്കെയാണ്. പക്ഷെ അവർക്ക് അർഹതയില്ലാത്ത അവർക്ക് 5 സെൻറ്റ് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അത് പൂട്ടിയിട്ടിരിക്കുക. ഇടയ്ക്ക് അവർ വരും, ഒരു കൊല്ലം 6 മാസം കൊടുക്കും, ഒന്ന് അടിച്ചു വരി വായിക്കറ്റിലും പോകുക. ഇതാണ് അവസ്ഥ. അർഹതപ്പെട്ടവന് കിട്ടുന്നില്ല, അർഹതപ്പെട്ട അവർ കാത്തു നിൽക്കുക. പേരാവൂർ എന്ന് പറയുമ്പോൾ ലോകം അറിയുന്ന ഒരാളാണ് ജിമ്മി ജോർജ്. അപ്പോൾ ജിമ്മി ജോർജിന്റെ ഒരു പഞ്ചായത്ത് കൂടിയാണ് പേരാവൂർ പഞ്ചായത്ത്. അപ്പോൾ പേരാവൂർ പഞ്ചായത്തിന് ഒരു കളിസ്ഥലമുണ്ടോ? എന്താണ് പറയുന്നത്? പേരാവൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ഇവിടെ ഓരോ കാര്യത്തിലേക്ക് വരണം. പ്രസിഡന്റ് പറഞ്ഞ പല കാര്യങ്ങളിലേക്കും വരണം. ആദ്യം അദ്ദേഹം പറഞ്ഞ പേരാവൂർ ടൗൺ സൗന്ദര്യവൽക്കരണം നടത്താൻ MLA ഒന്നും ചെയ്തില്ല. ഒക്കെ പറയാം, അതിലേക്കാ വരുന്നത്. കോളയാട് പഞ്ചായത്തിലും പണ്ടിടുങ്ങിയ വഴികളായിരുന്നു. അവിടുത്തെ റോഡ് ആരാ വികസിപ്പിച്ചത്? UDFന്റെ ഭരണസമിതി കോളയാട് ഭരിക്കുന്ന കാലത്ത് എല്ലാം ഇടിച്ചു പൊളിച്ച് കോളയാട് റോഡിന് വീതി കൂട്ടിയത്. കേക്ക് ഇവിടെ റോഡിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഇവിടെ റോഡിന്റെ കാര്യത്തിൽ ഇടപെടണം. പിന്നെ സൗന്ദര്യവൽക്കരണം നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഇത്ര ഫണ്ട് വേണമെന്ന് പറഞ്ഞ് പേരാവൂർ പഞ്ചായത്തിൽ നിന്ന് പ്രമേയം പാസ്സാക്കൂ, പ്രസിഡന്റോ ആരെങ്കിലും ഒരു നിവേദനം MLAക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പേരാവൂർ പഞ്ചായത്തിന് ഇന്നിപ്പോൾ ജിമ്മി ജോർജിന്റെ പേരിൽ എൻ്റെ വിദ്യാലയത്തിന് മുമ്പിൽ കാണുന്ന കളിക്കളത്തിന് വേണ്ട സാമ്പത്തികം അതിന് ഈ രൂപത്തിലാക്കിയെടുത്തതാരാ? സണ്ണി ജോസഫ് MLA. ഇപ്പൊ എത്ര പൈസ അതിന് വേണ്ടിയിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് അതിന് സ്പോർട്സ് വകുപ്പിൽ നിന്ന് വന്ന ആളുകൾ കംപ്ലീറ്റ് പരിശോധന കഴിഞ്ഞ് പോയത്. നിങ്ങൾ അറിയണമെങ്കിൽ പേരാവൂർ ചർച്ചിലെ ബഹുമാനപ്പെട്ട അച്ഛനെ വിളിച്ച് ചോദിച്ചു നോക്കണം. അച്ഛൻ ഞാനെന്നൊരു സ്ഥലത്തുണ്ട്, കംപ്ലീറ്റ് അതിന് വേണ്ട സാമ്പത്തികം ചെലവഴിച്ചു. മലയോര ഹൈവേ, പേരാവൂർ ഹയർ സെക്കൻഡറി, പേരാവൂർ മണത്തണ സ്കൂളിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെട്ട മുഴുവൻ സ്ഥലവും. പിന്നെ ജയേട്ടൻ ഒരു കളിയാക്കിയ രൂപത്തിൽ പറഞ്ഞു MLA മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും പോകുന്നുണ്ടെന്ന്. അത് വിലയിരുത്തട്ടെ. സണ്ണി ജോസഫ് MLA മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും വരുന്നത് കുറ്റായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ അംഗീകരിച്ചു പറഞ്ഞില്ല. അദ്ദേഹം ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
ഒരു നല്ല റോഡ് വന്നാൽ, ഇപ്പൊ ഉദാഹരണത്തിന് കോടിക്കണക്കിന് രൂപയാണ് പേരാവൂർ പഞ്ചായത്തിനെ കൂടി ബന്ധിപ്പിക്കുന്ന നമ്മളുടെ ആറളം ഫാമിൽ നിന്ന് മണത്തനയ്ക്കുള്ള റോഡിന്. അതിന് സണ്ണി ജോസഫ് MLA എടുത്ത കഷ്ടപ്പാട് എനിക്കറിയാം. ഇപ്പൊ ഫണ്ട് അനുവദിച്ചത് MLA ആ ഫണ്ട് അനുവദിച്ചപ്പം അത് MLAയുടെ നേട്ടമല്ല, അത് പിണറായിയുടെ നേട്ടം. ആ റോഡിന് ഫണ്ട് ഇല്ലെങ്കിൽ ആ റോഡ് അങ്ങനെ കിടന്നാൽ ആരുടെ കുറ്റം? അത് MLAയുടെ കുറ്റം. അപ്പോൾ ഫണ്ട് വന്നാൽ ഇവരുടെ നേട്ടം, ഫണ്ട് വന്നില്ലെങ്കിൽ MLAയുടെ കുറ്റം. ഈ വിരുദ്ധാഭിപ്രായം സണ്ണി ജോസഫ് MLA എടുത്ത് ഏതെങ്കിലും ഒരു പ്രൊജക്ട് പേരാവൂർ പഞ്ചായത്ത് കൊടുത്തിട്ട് നോ പറഞ്ഞെങ്കിൽ ഞാൻ ഈ പണി നിർത്തിപ്പോവും. ഏതെങ്കിലും ഒരു പ്രൊജക്ട് കൊടുത്തതിന് മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. കൊടുത്തതിന് റോഡുകൾ ആവശ്യപ്പെട്ട പ്രസിഡന്റ് അതിനകത്തൊരു ഇടയ്ക്ക് പറഞ്ഞു ആ റോഡുകളെ കുറിച്ച് ഞാൻ പറയേണ്ടതാണ്. ആവശ്യപ്പെട്ടവർ ഓരോ പ്രദേശത്തുനിന്നും അതാത് പ്രദേശത്തെ ആളുകൾ ആവശ്യപ്പെട്ടു പോയി എല്ലാ സ്ഥലത്തും അദ്ദേഹം റോഡുകൾ കൊടുത്തു. പ്രസിഡന്റിൽ ഇപ്പോഴും ഞാൻ പറയുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ച പത്രത്തിൽ മിനിഞ്ഞ ഒരാൾ പ്രസിഡന്റ് ഇടപെടൽ ഞാൻ പറയുമ്പോൾ പ്രസിഡന്റ് ഇടപെടുന്ന രീതി ശരിയല്ല. ഞാൻ ഇടപെടുമ്പോൾ പറയുമ്പോൾ പ്രസിഡന്റ് പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. അന്ന് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു 3-4 റോഡ്. ഞാൻ പറയുമ്പോൾ പ്രസിഡന്റ് ഇടപെടുമ്പോൾ അത് ശരിയല്ലല്ലോ. ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത് ശരിയല്ലല്ലോ. പ്രസിഡന്റ് എന്നെ ഉപദേശിച്ചാണ്. പ്രസിഡന്റ് എന്നെ ഉപദേശിച്ചാണ്. ഞാൻ ഉപദേശം കേട്ടാണ്. ഇടപെടുന്ന യുക്തിയില്ല. സംഭവിച്ചു. പഞ്ചായത്ത് മെമ്പർ കൂടിയുണ്ട്. 100 ആളുകള് ലൈഫ് ഭവന പദ്ധതിയിൽ ലിസ്റ്റിൽ വന്നിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് കിടക്കുകയാണ്. 100 ആളുകളുടെ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് വിളിച്ചുകൂട്ടി. എന്താ പ്രശ്നം എന്നറിയോ? അത് നിങ്ങൾ പഠിക്കണ പ്രശ്നം. സംസ്ഥാന സർക്കാർ 5 പൈസ വിഹിതം കൊടുക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ വിഹിതമില്ല. ആ വിഹിതം ഇത് പോയി നിങ്ങൾക്ക് പരിശോധിക്കാം. സംസ്ഥാന സർക്കാർ പാവപ്പെട്ട ആളുകളുടെ വീട് പണിക്ക് വിഹിതം കൊടുക്കാതെ എന്നെ ശ്രമിക്കുന്ന ലൈഫിലെ നേരിട്ട് അനുഭവമുള്ള ആളുകളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു. അത് ഇവരുടെ സർക്കാരല്ലേ, കിട്ടിയാലും ഇവർക്ക് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ജയാട്ടൻ ഉൾപ്പെടെ പറഞ്ഞല്ലോ ലൈഫിന്റെ കാര്യം. ബൈജു മാഷ് വാദോരം വലിയ പറയുന്നുണ്ടല്ലോ. ഇവിടെ ലൈഫ് ഭവന പദ്ധതി എന്ന പദ്ധതി കൊണ്ടുവന്നപ്പോ ഉണ്ടായുള്ള കോലാഹലം നമുക്കറിയാം. അത് പറയട്ടെ പക്ഷേ ലൈഫ് ഭവന പദ്ധതി പറയട്ടെ. കേന്ദ്ര ലൈഫ് പദ്ധതിക്ക് എത്രയാ കേന്ദ്ര ഗവൺമെന്റ് ലൈഫ് ഭവന പദ്ധതി എന്ന പദ്ധതി കൊണ്ടുപോകുന്നതിന് ശേഷം ആ ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റ്, അതായത് 2000 പറയട്ടെ ചേട്ടാ, ലൈഫ് ഭവന പദ്ധതിന്റെ വിഷയം പറയട്ടെ. പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി പറയട്ടെ ഞാൻ. അപ്പൊ ലൈഫ് ഭവന പദ്ധതി 2019 കഴിഞ്ഞ ഈ ഭരണസമിതിയുടെ ആദ്യഘട്ടമല്ല, കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് ലൈഫ് ഭവന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. സംസ്ഥാന ലൈഫ് മിഷൻ. ആ ലൈഫ് മിഷൻ ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു. അതിന് ഷോർട്ട് ലിസ്റ്റ് ആക്കി. പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ 302 പേരുടെ ലിസ്റ്റ് അംഗീകരിച്ച് ഞങ്ങൾക്ക് തന്നു. 302 പേരെ. ആ 302 പേരുടെ ലിസ്റ്റ് അംഗീകരിച്ചെന്ന വിവിധ ഘട്ടങ്ങളിലാണ് ഞങ്ങളുടെ ഭരണസമിതി വിവിധ ഘട്ടങ്ങളിലായി നമ്മൾ എഗ്രിമെന്റ് വെപ്പിച്ചു. പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന വിഹിതവും എല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ ഘട്ടം ഘട്ടമായി വീട് കൊടുത്തു. ഇപ്പൊ ലൈഫ് ഭവന പദ്ധതി 302 പേർക്കും വീട് കൊടുക്കാനുള്ള നടപടി 172 വീടുകൾ പൂർത്തീകരിച്ചു. ബാക്കി വരുന്ന ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ ലോൺ, അത് ലൈഫ് മിഷൻ മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വിഹിതമൊക്കെ ഇതിനകത്തുണ്ട്. സംസ്ഥാന വിഹിതമൊക്കെ ഉണ്ട്. 4 ലക്ഷം കൊടുക്കുമ്പോൾ പഞ്ചായത്ത് വീതം, ബ്ലോക്ക് പഞ്ചായത്ത് വീതം, ജില്ലാ പഞ്ചായത്ത് വീതം, സംസ്ഥാന സർക്കാർ വിഹിതം. അപ്പൊ ആ വിഹിതം കുറച്ച് താമസം വരുമ്പോൾ നമ്മൾ പറയട്ടെ, നമ്മള് ഹഡ്കോ എന്ന സ്ഥാപനത്തോട് ലോണ് എടുക്കും. ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ 172 പേരെ ഭവനം പൂർത്തീകരിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആളുകൾക്ക് ഭവനം ഈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ഹഡ്കോയായി ലോൺ, ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പേ ഹഡ്കോ ആയിട്ട് 1,60,00,000 രൂപ നമ്മൾ ഹഡ്കോ എന്ന സ്ഥാപനവുമായി എഗ്രിമെന്റ് വെച്ച് ലോൺ. അതല്ല തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തൊട്ട് മുമ്പല്ല, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന തൊട്ട് മുമ്പല്ല ഹഡ്കോ ലോൺ ആവശ്യപ്പെട്ടു. ആ ഹഡ്കോ ലോണിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ പേരുടെയും എഗ്രിമെന്റ് പറയട്ടെ, മുഴുവൻ പേരുടെയും എഗ്രിമെന്റ് നടപടി സ്വീകരിച്ചല്ലോ. 302 പേർക്ക് വീട് കൊടുക്കാൻ നമ്മളെ ഭരണസമിതിയുടെ കാലത്ത് ഈ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതി
പറയാം. കാഞ്ഞിരപ്പുഴയിലേക്ക് തള്ളിയിടുന്ന കാര്യത്തിൽ പ്രസിഡന്റ് ഉത്തരം തന്നു. മാലിന്യജലം കാഞ്ഞിരപ്പുഴയിലേക്ക് വലിയ രീതിയിൽ ഒഴുകുന്നുണ്ട് എന്നുള്ള ഇത് സത്യമല്ല, അസത്യമായിട്ടുള്ള കാര്യമാണ്. പറയട്ടെ, അല്ലല്ല കൃത്യമായി പറയാണ്. മലിനജലം പേരാവൂർ ഈ ടൗണിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്? അതായത് ഹോട്ടലുകളുണ്ട്, എല്ലാ വൻകിട സ്ഥാപനങ്ങളും ഉണ്ട്. ഇതിൽ നിന്നും എല്ലാം മലിനജലം ഒഴുകി കുറച്ച് ഒഴുകി ആ തോടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇതിനെതിരായി നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ പേരാവൂർ ടൗണിലെ പല ഘട്ടങ്ങളിലായി പരിശോധന നടത്തി നമ്മുടെ പഞ്ചായത്തിന്റെ പിന്നെ HI ഉൾപ്പെടെ പരിശോധന നടത്തി. ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ചോ പേരാവൂർ ടൗണിൽ പോയിട്ട് വിവിധ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണ അതായത് മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് ഇത് ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒഴുകി പോകുന്ന വെള്ളമാണ്. അത് സംസ്കരിക്കാനുള്ള ചുമതല ആർക്കാ? അല്ല, ഞാൻ പറയാം പഞ്ചായത്ത് നിങ്ങൾ ഇടപെട്ട കാര്യം പറയാം. അതായത് ഈ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണം, അതായത് ഗ്രേ വാട്ടർ സംസ്കരിക്കാനുള്ള സംവിധാനം അതാത് സ്ഥാപനങ്ങൾ ഒരുക്കണം. നാളിതുവരെ പലരും ഒരുക്കിയിരുന്നില്ല. ചില നടപടി എടുത്തിട്ട് എത്ര നിങ്ങൾ അന്വേഷിച്ചോ? ഇവിടെയുള്ള ഞാൻ സ്ഥാപനത്തിന്റെ പേരൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിവിധ ഘട്ടങ്ങളിലായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഫൈൻ ചുമത്തിയിട്ടുണ്ട്, നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, 2 സ്ഥാപനത്തിന് നോട്ടീസ് കൊടുത്തു. അവര് ഈ പ്ലാന്റിന്റെ പണി അവിടെ ആരംഭിച്ചിട്ടുണ്ട്. 2 സ്ഥാപനം ഞാൻ ഇപ്പൊ പേര് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ടൗണിൽ നിന്ന് വരുന്ന ഏത് സ്ഥാപനത്തിൽ നിന്നാണോ ഈ മലിനജലം ഒഴുകി വരുന്നത് എന്നുള്ള കൃത്യമായ പരിശോധന നടത്തിയിട്ടുണ്ട്. നമ്മളെ HI ഉൾപ്പെടെയുള്ള വിങ് ആരോഗ്യ കൃത്യമായ രാത്രി കാലങ്ങളിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല, രാത്രി കാലങ്ങളിൽ ഓവുചാലിന്റെ സ്ലേബ് പൊക്കി പരിശോധന നടത്തി ഏതെല്ലാം സ്ഥാപനത്തിൽ നിന്നാണോ ഈ മലിനജലം വരുന്നുള്ള പരിശോധന നടത്തി ഉറപ്പാക്കി അവർക്ക് നോട്ടീസ് കൊടുത്ത് കുറെ സ്ഥാപനങ്ങൾ സ്വന്തമായി സംസ്കരണ സംവിധാനം ഉണ്ടാക്കി. പേരാവൂരിലെ 2 വൻകിട സ്ഥാപനം ഇപ്പൊ അതിൽ വലിയ ചെലവ് വരുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം നിങ്ങൾ പോയി അന്വേഷിച്ചു. നമുക്ക് അവസാനമായിട്ട് നമുക്കൊന്ന് അതായത് അവസാനമായിട്ട് നമുക്ക് പറയേണ്ടത്, നിങ്ങൾ ഏത് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ജനങ്ങളുടെ നിന്ന് വോട്ട് പേരാവൂർ പഞ്ചായത്തിന്റെ വികസനമാണ് ഏറ്റവും, കാരണം വികസന മുരടിപ്പ് അത് മാറ്റാൻ വേണ്ടി ഒരു ഭരണമാറ്റം ഇവിടെ വേണം. ആ ഭരണമാറ്റം BJP 16 സ്ഥലത്ത് സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്തിൽ നമുക്ക് സ്ഥാനാർത്ഥി ഇല്ല. അത് എന്തുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥി ഇല്ല? അത് പുതുശ്ശേരി വാർഡിലാണ്. അവിടെ വേറെ മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. അവിടെ നമുക്ക് സ്ഥാനാർത്ഥി ലഭ്യമായിട്ടില്ല. കാര്യം തുറന്നു പറയാണ്. 16 സ്ഥലത്ത് അത് മതി. 16 സ്ഥലത്ത് ഞങ്ങൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഭരിക്കാൻ കഴിയും. ഭരിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ എല്ലാം പഞ്ചായത്ത് വഴിയാണ് നടപ്പിലാക്കുന്നത്. ആ പദ്ധതികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഒരു വാർഡിൻ്റെ അവിടെ നിർത്തൂ. 16 അത് ചെയ്യും. അതൊരു നിലപാട് പറയും. അത് നിലപാട് പാർട്ടി തന്നെ പറയും. ഇപ്പോൾ 16 വാർഡിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തി ഞങ്ങൾ ഭൂരിപക്ഷത്തിൽ വരികയാണെങ്കിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കും. ഇപ്പം ജലനിധി പദ്ധതിൻ്റെ മറുപടി പറഞ്ഞിട്ടില്ല. ജലനിധി പദ്ധതി ജൽജീവൻ പദ്ധതിയുടെ ഇത് പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. എന്താ കാര്യം എന്നല്ലേ? ഇപ്പം കുടിവെള്ളത്തിന് വേണ്ടി വിഷമിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്നും കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ പേരാവൂർ ടൗണിലെ മാലിന്യങ്ങൾ മുഴുവൻ ഒഴുകിപ്പോകുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത്. അതായത് അത് പറഞ്ഞു കഴിഞ്ഞാലും പറയാനുണ്ട്. ഈ മണ്ണിട്ട് മുടി എന്ന് പറഞ്ഞല്ലേ പഞ്ചായത്ത് വക സ്ഥലത്ത്, അതിൻ്റെ തെക്ക് വശത്ത് താമസിക്കുന്ന വീട്ടുകാർ അവിടെ നിങ്ങൾ പരിശോധിക്കണം. ഒരു വീട്ടിലും അവർക്ക് കിണറിന് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. ഈ അവിടെ മത്സരിക്കുന്ന LDFന്റെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ വീട്ടിലെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ ഈ ചർച്ചയിൽ ഉടനീളം വോട്ടർമാരോട് പറഞ്ഞു, 68 വർഷം നിങ്ങൾ CPMന് LDFന് അവസരം കൊടുത്തു. ഓപ്പൺ വോട്ടിലും തട്ടിപ്പിലും ഒക്കെ വിധേയമാക്കിക്കൊണ്ട് ജനാധിപത്യം മാറി. എന്നാൽ ധൈര്യത്തോട് വോട്ട് ചെയ്യുക, ഈ 68 വർഷത്തെ ദുരന്തത്തിന് അവസാനം വരുത്തുക. ഈ കാണുന്ന പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, പേരാവൂരിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട മുഴുവൻ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം ഞങ്ങൾ 5 വർഷം കൊണ്ട് കണ്ടില്ലെങ്കിൽ പിന്നീടും 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ ഈ ഒരു വട്ടം നിങ്ങൾ ഞങ്ങൾക്ക് അവസരം തരും. നിങ്ങൾ എന്താണ് UDF സംവിധാനം ഈ പഞ്ചായത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ആശയം, ആർക്കും ഒരു അവസരം കൊടുക്കണ്ടേ? ആ 68 വർഷം അവസരം കൊടുത്തവർക്ക് ഇനി നിങ്ങൾ അവസരം കൊടുക്കരുത്, ഞങ്ങൾക്ക് തരണം. ഇവിടെ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരിഹാരം കാണും. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, ഞങ്ങൾ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പേരാവൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട്
ഇലക്ഷൻ നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് UDF സംവിധാനം. ഞങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്രീമതി ജൂബിലി ചാക്കോയാണെന്ന് ഞങ്ങൾ പരസ്യമായി പേരാവൂരിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു അവസരം തരണമെന്ന് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഞങ്ങൾ അപേക്ഷിക്കുക. LDF തീർച്ചയായും നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഞാൻ ആവർത്തിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ, അതിനു മുമ്പത്തൊന്നും പോകണ്ട, അവിടുത്തെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അതെന്ന് പറയുമ്പോൾ കണ്ണിൽ കാണുന്നത് മാത്രമല്ല വികസനം. വികസനം എന്ന് പറയുമ്പോൾ താഴെത്തട്ടിൽ സാധാരണ മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുക എന്നുള്ളത്. അതിൽ ബഹുദൂരം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നിരവധിയായുള്ള വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉണ്ടാവണം. അതിന് വികസന തുടർച്ചക്കായി നമ്മുടെ പേരാവൂരിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന നിലയിൽ ഉള്ള ഒരു വികസന തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് നല്ല ആത്മവിശ്വാസം, അതിന് ആവശ്യമായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരു പാനലിനെയാണ് നമ്മൾ പേരാവൂർ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ബഹുഭൂരിപക്ഷം എല്ലാ സ്ഥാനാർത്ഥികളും ബഹുഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തേനേക്കാൾ സീറ്റ് വർദ്ധിപ്പിച്ച്, ഇന്നിപ്പോൾ 17 വാർഡാണ്, വർദ്ധിപ്പിച്ച് നമ്മൾ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടി ആര് ജയിക്കും ആര് ഭരിക്കും എന്ന ഈ പരിപാടിയിൽ സഹകരിച്ച 3 പേരാവൂർ പഞ്ചായത്തിലെ നേതാക്കന്മാർക്കും ഈ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം.